ഹല്ലേലൂയ. അടുത്ത് നിൽക്കുന്നവർ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളൊരു വലിയ വിശുദ്ധന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. നമ്മുടെ ഉണ്ണീശോയുടെ ഗ്രോട്ടോയിൽ ഉണ്ണീശോയുടെ വലതുവശത്ത് നിൽക്കുന്ന വിശുദ്ധന്റെ തിരുനാളാണ്. കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ, സെയിന്റ് ജോൺ ഓഫ് ദ ക്രോസ് എന്ന വലിയ ഒരു വിശുദ്ധന്റെ തിരുനാളാണ് ഇന്ന് ഡിസംബർ 14 നമ്മൾ ആഘോഷിക്കുന്നത്. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. സഭയിൽ 37 വേദപാരംഗതരാണുള്ളത്. അമ്മ ത്രേസ്യയും വിശുദ്ധ അഗസ്തീനോസും വിശുദ്ധ അക്യൂനാസും ഒക്കെ അടങ്ങുന്ന, കൊച്ചുത്രേസ്യ അടങ്ങുന്ന, CNIയിലെ വിശുദ്ധ കാതറിനൊക്കെ അടങ്ങുന്ന 37 വേദപാരംഗതരുടെ ലിസ്റ്റിൽ വളരെ അഭിമാനാർഹമായ ഒരു സ്ഥാനം അലങ്കരിക്കുന്ന ഒരു വിശുദ്ധനാണ് കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ. കർമ്മലീത്ത സഭാ അംഗമായിരുന്നു എന്ന് മാത്രമല്ല, കർമ്മലീത്ത നിഷ്പാദുക കർമ്മലീത്ത സഭയെ അമ്മ ത്രേസ്യ നവീകരിച്ച്, അമ്മ ത്രേസ്യയിലൂടെ ദൈവം നവീകരിച്ച് അതിന്റെ ആദ്യത്തെ സമൂഹം 1568 നവംബർ 28 ആരംഭിച്ചപ്പോൾ ആ സഭയിൽ, ആ സമൂഹത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് അതിലുണ്ടായിരുന്ന ആളാണ് കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ. 49 വർഷം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച് അദ്ദേഹം മരണമടഞ്ഞു. എങ്കിലും അദ്ദേഹം ലോക വേൾഡ് പോയട്രിയിൽ, അതായത് ലോകത്തിലെ പ്രത്യേകിച്ച് സ്പാനിഷ് കവിതകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവിയായി കൂടെ അംഗീകരിക്കപ്പെടുന്നു. കുരിശിന്റെ വിശുദ്ധ യോഹന്നാന്റെ ജീവിതം ഒത്തിരിയേറെ സഹനങ്ങളുള്ള ഒരു ജീവിതമായിരുന്നു. ജനിച്ച് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ തന്നെ അപ്പം മരണപ്പെട്ടു. അമ്മ ഒരു തുന്നൽ പണിക്കാരിയായിരുന്നു. അപ്പോൾ സ്വന്തം നാട്ടിൽ ജീവിക്കാൻ പറ്റാതെയായി. അപ്പന്റെ വീട്ടുകാർ കാശുകാരായിരുന്നെങ്കിലും ഒന്നും കൊടുത്തില്ല. അങ്ങനെ അപ്പന്റെ വീട്ടുകാര് ഇറക്കി വിട്ടതുപോലെ ഈ കുരിശിന്റെ വിശുദ്ധ യോഹന്നാനും അമ്മയും സഹോദരനൊക്കെ കൂടി വേറെ നാട്ടിലേക്ക്, സ്വന്തം വീടും നാടും ഒക്കെ വിട്ട് വേറെ നാട്ടിലേക്ക് കുടിയേറി പാർക്കേണ്ടി വന്നു. അങ്ങനെ ഈ ചെറുപ്പത്തിൽ തുടങ്ങിയ ദുരിതം അത് പിന്നെ ജീവിതാവസാനം വരെ സഹനങ്ങളിലൂടെ കടന്നുപോയി. വളരെ പ്രത്യേകമായി സഭയെ നവീകരിക്കുന്നതിന് വേണ്ടി അമ്മ ത്രേസ്യയോട് ചേർന്ന് തന്റെ 26-ാമത്തെ വയസ്സ് മുതൽ അമ്മ ത്രേസ്യയോട് ചേർന്ന് പ്രവർത്തിച്ചതിന്റെയൊക്കെ ഫലമായി കുരിശിന്റെ വിശുദ്ധ യോഹന്നാനെ സഭാംഗങ്ങൾ തന്നെ, അതായത് സഭയിൽ നവീകരണം ഇഷ്ടപ്പെടാതിരുന്ന സഭാംഗങ്ങൾ പിടിച്ച് ജയിലിലിട്ടു. 1577 ഡിസംബർ 2 അത് സംഭവിക്കുന്നത്. അപ്പോൾ പിടിച്ച് ജയിലിലിടുക എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ആശ്രമത്തിൽ തന്നെ ജയിലുകൾ ഉണ്ടായിരുന്നു കുറ്റം ചെയ്യുന്നവരെ ഇടുന്നതിന് വേണ്ടി. അപ്പോൾ ഒരു ബാത്റൂമിന്റെ വലിപ്പമുള്ള ഒരു മുറിയിൽ വല്ലപ്പോഴും മാത്രം ഒരു തിരിയൊക്കെ കൊടുക്കുന്ന ഒരവസ്ഥയിൽ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഇത്തിരി നല്ല വെള്ളവും റൊട്ടിയും, ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ഉണക്ക റൊട്ടിയും ഒക്കെ ആയിട്ട് കഴിയേണ്ടി വന്ന ഒരു 9 മാസത്തെ തടവ് ജയിൽ. അവസാനം ഈ ജയിലിൽ കിടന്ന് താൻ മരിക്കും എന്ന് തോന്നിയ സമയത്ത് ഈ വാതിലിന്റെ, ജയിലിന്റെ ഓടാമ്പല്, അതിന്റെ സ്ക്രൂവൊക്കെ സ്വന്തം ഇളക്കി ജയിലിൽ ചാടി രക്ഷപ്പെടേണ്ടി വന്ന ഒരു വിശുദ്ധനാണ്. അപ്പോൾ ഈ സഹനങ്ങളിലൂടെ കടന്നുപോയ സമയത്ത് കുരിശിന്റെ വിശുദ്ധ യോഹൻ, അതാണ് ജീവിതത്തെക്കുറിച്ചൊരു ചെറിയ രൂപം എന്ന് പറയുന്നത്. സഹനങ്ങളായിരുന്നു അവസാനം വരെ. അപ്പോൾ കർത്താവിന് തന്നെ ഇവൻ സഹിക്കുന്ന സഹനങ്ങൾ കണ്ടിട്ട് വിഷമം തോന്നി. അപ്പോൾ ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് കുരിശിന്റെ വിശുദ്ധ യോഹന്നാനോട് ചോദിച്ചു, നീ എനിക്ക് വേണ്ടി ഇത്രമാത്രം സഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ സഹിക്കുന്നതിനെ ദൈവം അപ്രീഷിയേറ്റ് ചെയ്യുന്ന, ക്രൂശിതനായ ക്രിസ്തു പരിഗണിക്കുന്നു. അത് വലിയ സഹനമായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു, നീ ഇത്രമാത്രം എനിക്ക് വേണ്ടി സഹിച്ചതിന് ഞാൻ നിനക്ക് എന്ത് അനുഗ്രഹമാണ് തരേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ
കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ പറഞ്ഞു, നിനക്ക് വേണ്ടി സഹിച്ചതിന് ഒരനുഗ്രഹം കൂടി എനിക്ക് വേണം. ആ അനുഗ്രഹം നിന്നെ പ്രതിയുള്ള സ്നേഹത്താൽ കൂടുതൽ സഹിക്കുന്നതിനുള്ള അനുഗ്രഹം തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. കൈയടിച്ച് കർത്താവിന്. അപ്പോൾ ഈ വിശുദ്ധന്റെ ജീവിതം വായിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നനഞ്ഞു പോകുന്ന ഒരു ജീവിതമാണ്. ഈ ജീവിതത്തിൽ നിന്ന് എന്താണ് പുറപ്പെട്ടത്? എന്ത് ഫലമാണ് ഉണ്ടായത്? ഈ വിശുദ്ധൻ എഴുതിയ ആത്മീയ ഗ്രന്ഥങ്ങളുടെ എല്ലാം ഒരർത്ഥം ഇതാണ്: ആത്മാവ് ഒരു മണവാട്ടിയാണ്. പുരുഷന്റെ ആയിക്കൊള്ളട്ടെ, സ്ത്രീയുടെ ആയിക്കൊള്ളട്ടെ, മണവാട്ടിയാണ്. ഈ മണവാട്ടിയായ ആത്മാവ് മണവാളനായ ഈശോയുമായി ലയിച്ചു ചേർന്ന്, മണവാട്ടി മണവാളനിൽ ലയിച്ചു ചേർന്ന് മണവാളനെ പോലെ പൂർണ്ണമായി ഒന്നായിത്തീരുന്ന, ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്ന ഒരു ആത്മീയ ശാസ്ത്രം വളരെ വ്യക്തമായി, കൃത്യമായി എഴുതി ലോകത്തിന് സമ്മാനിച്ചു എന്നതാണ് ഈ വിശുദ്ധന്റെ ലോകത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. കൈയടിച്ച് നന്ദി പറയാം. ഒരു വാക്ക് ഈ വിശുദ്ധനെ സംബന്ധിച്ച്, എന്റെ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് ഒരു വാക്ക്, വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് എന്ന് പറയുന്നത് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്ന് പറയുന്ന വാക്കാണ്. ആത്മാവിന്റെ ഇരുണ്ട രാത്രി. എന്താണ് ആത്മാവിന്റെ ഇരുണ്ട രാത്രി? ഈ ആത്മാവ് ശരീരത്തിന്റെ സുഖങ്ങൾ വേണ്ട എന്ന് വയ്ക്കുന്നത് ഒരു ഇരുണ്ട രാത്രി പോലെയാണ്. ഈ ആത്മാവ് മനസ്സിന്റെ ആഗ്രഹങ്ങള്, മനസ്സിന്റെ വ്യാപാരങ്ങള് വേണ്ട എന്ന് വയ്ക്കുന്നത് ഒരു ഇരുണ്ട രാത്രിയാണ്. ഈ ആത്മാവ് തന്റെ ആത്മാവിന്റെ സുഖങ്ങൾ പോലും വേണ്ട എന്ന് വയ്ക്കുന്നത് ഇരുണ്ട രാത്രിയാണ്. അങ്ങനെ ഈ ഇരുണ്ട രാത്രികളിലൂടെ, സ്വയം പരിത്യാഗത്തിന്റെ ഇരുണ്ട രാത്രികളിലൂടെ, ആത്മപരിത്യാഗത്തിന്റെ ഇരുണ്ട രാത്രികളിലൂടെ യാത്ര ചെയ്ത്, ഞാനല്ല നീയാണ്, എന്റെ കണ്ണുകളല്ല നിന്റെ കണ്ണുകളാണ്, എന്റെ കാതുകളല്ല നിന്റെ കാതുകളാണ്, എന്റെ ചിന്തയല്ല നിന്റെ ചിന്തയാണ്, എന്റെ മനസ്സിന്റെ വ്യാപാരങ്ങളല്ല നീയാണ് എന്ന് പറഞ്ഞ് എല്ലാം വിട്ടുകൊടുത്ത് മണവാളനായ ക്രിസ്തുവിലേക്ക് അവൻ മാത്രം മതി എന്ന് പറഞ്ഞ് യാത്ര ചെയ്യുന്ന ആത്മാവിന്റെ വിവിധ തലങ്ങൾ, ഈ യാത്രയുടെ വ്യത്യസ്തങ്ങളായ ഈ യാത്രയിൽ അനുഭവിക്കാനിടയുള്ള ഒത്തിരിയേറെ സംഘർഷങ്ങൾ, ഈ യാത്രയിൽ നമ്മൾ എടുക്കേണ്ട ത്യാഗങ്ങളും നമ്മൾ നടത്തേണ്ട ഒരുക്കങ്ങളുമൊക്കെ ഏറ്റവും കൃത്യമായി, വ്യക്തമായി രേഖപ്പെടുത്തി ഒരു പുസ്തകം ഈ ലോകത്തിന് സമ്മാനിച്ചു. അങ്ങനെ ആ ഒരു ഇത്രയും വലിപ്പമുള്ള യോഹന്നാൻ, കുരിശിന്റെ വിശുദ്ധൻ യോഹന്നാൻ എഴുതിയ പുസ്തകങ്ങളും എല്ലാം കൂടി ചേർത്ത് നമുക്ക് ഒറ്റ പുസ്തകമായിട്ട് ഇത്രയും ഉള്ള പുസ്തകമുള്ളൂ. അത് കയ്യിൽ പിടിക്കാവും പറ്റുന്ന പുസ്തകമാണ്. പക്ഷേ ആ പുസ്തകം ലോകത്തിന് സമ്മാനിച്ചുകൊണ്ട് സഭയുടെ വേദപാരംഗതൻ എന്ന പദവിയിലേക്ക് ഈ വിശുദ്ധൻ വളർന്നു. 49 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു. 1591 ഡിസംബർ 14 തീയതിയാണ് വിശുദ്ധൻ മരിച്ചത്. 1926 ഈ വിശുദ്ധനെ വേദപാരംഗതനായി പ്രഖ്യാപിച്ചത്. വേദപാരംഗതനായി പ്രഖ്യാപിച്ചതിന്റെ 100ാം വർഷത്തിന്റെ ആഘോഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് സഭ. പ്രിയപ്പെട്ടവരെ, നമുക്ക് കണ്ണുകളടക്കാം. നമ്മുടെ ജീവിതം ദൈവവുമായി പൂർണ്ണമായി ഐക്യപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീവ്രമായ വേഗത്തിലുള്ള യാത്രയാകാൻ ഈ വിശുദ്ധൻ നമ്മെ ക്ഷണിക്കുകയാണ്. ദൈവൈക്യത്തിന് തടസ്സം നിൽക്കുന്ന ചിന്തകള്, വാക്കുകള്, പ്രവൃത്തികള്, ബന്ധങ്ങള്, ശീലങ്ങള് എല്ലാം നമ്മളിൽ നിന്ന് വിട്ടുപോകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ, കർത്താവുമായിട്ടുള്ള ഐക്യത്തിലേക്കുള്ള യാത്രയിൽ നമ്മുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട്, അറിഞ്ഞുകൊണ്ടും അറിയാതെയും നമ്മൾ ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് അനുതപിച്ച് നമുക്ക് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് പാപപരിഹാരം